ഹൗസ് ഓണർക്ക് കുറച്ച് വെള്ളം എടുത്തോണ്ട് വേണേ. ഹൗസ് ഓണറിന്റെ മൂത്തോഴി പോടല്ലോ എന്റെ കള്ളച്ചോക്ക. ഞാൻ ഈ പിശാചിനെ തല്ലിയൊന്നുമില്ല. അപ്പുറത്തായി കാണിച്ചു തരാം തനിക്ക്. മോർണിംഗ് വാ. നേരെ പറയാം. എന്റെ ബാഗ് എന്താ? എന്താണ്ട് നിങ്ങൾ അങ്ങോട്ട് പോവണ്ട. പോണ്ടാച്ചാല് എന്താ ഉമ്മറേ ഇങ്ങോട്ട് വരുന്നേ? ആ വീട്ടുറക്കത്തിന് ഭ്രാന്താക്കുന്നുണ്ട്. കുറിച്ച് കെട്ടാണ് നമുക്ക്. ഞാൻ ഈ കുട്ടികളെ സ്കൂളിൽ വിട്ടേക്ക് വരാം. പറ. ആഹാ, ഞമ്മക്കൊരു മനസാക്ഷി ഉണ്ടല്ലോ. അത് എങ്ങോട്ട് വരാൻ എനിക്ക് ചിലക്കാണ്ട് പോവാറുണ്ട്. സമയത്താ വിളിക്കണേ. വരീന്ന് ഇങ്ങോട്ട് വരിക. അല്ല, നമ്മൾ അയലക്കാരും മഹാചെത്തകളാണ്. ഒരു തെണ്ടി കെട്ടി തിരിഞ്ഞു വെച്ചാൽ കുതുകലൊക്കെ ആയിട്ട് ഈ ചെറ്റ പണിക്ക് നടത്തിട്ട് ബാക്കി കാര്യം. ഇറച്ചിയോട്ട് എനിക്ക് പുത്തരി നിലങ്ങളെ എടാ പണിക്കണേ. എടാ നാറി പണിക്കണേ. ഡൈലി വാതിൽ ഓർക്കണ കുത്തി കൊല്ലം മാലാക്കി കൗത്തിലിടും. ഇവനെ അങ്ങോട്ട് പോയിന് ഇവനെ ഞാൻ കൊല്ലും. ഇവനെ കൊല്ലാതെ ഞാൻ പോവില്ല. എനിക്ക് ചോര വേണം. പണിക്ക ചോര വേണം. ചോരാടാ പണിക്ക ചോരാടാ വാടാ. നിങ്ങൾ കുടുംബമായിട്ട് കഴിഞ്ഞോട്ട് ഞാൻ വന്നു വല്ല അതിക്രമം കാണിച്ചാൽ അതിന്റെ മോശം നിങ്ങൾക്ക് തന്നെയല്ലേ. ഞാനൊരു എന്താ ഒന്നുമില്ല. എടുക്കാം എന്തായി? എന്തെങ്കിലും ആയിക്കോട്ടെ. നമ്മളെന്തിന് വേണ്ടാത്തതിൽ തലയിടാൻ പോകുന്നതെന്നാണ് ഞാൻ ഇപ്പോൾ ആലോചിച്ചു കൊണ്ടിരിക്കുന്നത്. എന്താണ് അവിടെ ഒരു ബഹളം? ആഹാ, ഒളിച്ചിക്കണില്ലേ? അയാൾ നമ്മൾ വിചാരിച്ച ഒരു കച്ചവടക്കാരനല്ല. ഇറ്റ്സ് വെരി നൈസ് ഫെലോ. അയാളോട് അയാളെ വീട്ടിൽ താമസിക്കേണ്ടെന്ന് ഞമ്മക്ക് പറയാൻ പറ്റുമോ? എന്തിനൊരു ന്യായം വേണ്ടേ? അല്ലെങ്കിലും ഈ പെണ്ണിന് ഈയിടായിട്ട് കുറച്ച് അഹങ്കാരം കൂടുതലില്ലേ? അഹങ്കാരോ? ഉണ്ടോ?